ഹലോ, കേസ് ബോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. നൂഡിൽസിൻ്റെ പേരാണ് കൊത്തുമി. ഇത് ശ്രീലങ്കൻ പ്രൊഡക്റ്റാണ്. പക്ഷെ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. നൂഡിൽസ് ഒന്നും ഇപ്പോൾ ഞാൻ വാങ്ങിക്കാറേ ഇല്ല. ഇത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഇതെന്ന് പറഞ്ഞത് ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളപ്പം എൻ്റെ കൂടെ ശ്രീലങ്കൻ പിള്ളേർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാച്ചിലേഴ്സായിട്ടാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് അവർ ഇത് വാങ്ങിച്ച് നൂഡിൽസ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അന്ന് നല്ല ടേസ്റ്റ്. ഞാൻ അത്ര കാര്യമൊന്നും ആക്കിയില്ല. ഞാൻ ശ്രീലങ്കൻ ഫുഡല്ലേ എന്നൊക്കെ ഞാൻ അധികം മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഈ 3-4 മാസം ഞാൻ ഇത് മാത്രം വാങ്ങിക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ഞാൻ പുറത്തുകാർക്ക് കൊടുക്കുമ്പോൾ അവർ ചേച്ചി ഇത് തേർന്ന് ചേച്ചി സൂപ്പറാണ് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് പറയും. ഞാൻ ഇന്ന് ഇതാണ് കേട്ടോ, കൊത്തുമി. അപ്പം ഞാൻ അതിന് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ചിട്ടുണ്ടല്ലോ. അപ്പം അതിനകത്ത് അപ്പം ഉപ്പിട്ട് കൊടുക്കണം. ഒത്തിരി ഒന്നുമില്ല, കുറച്ച് ഞാനെല്ലാവരും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊത്തുമി അങ്ങോട്ട് പൊട്ടിച്ചിടാം. രണ്ട് മസാല ഉണ്ട്. ഇത് അതിൻ്റെ ഒരു ഓയിലാണ്. ഞാൻ ഇന്നത്തെ എനിക്കിഷ്ടമല്ല. പക്ഷേ ഇതതിൻ്റെ മസാല ഇത് നല്ല ടേസ്റ്റ്. ഞാൻ ഇതിനകത്ത് പൊടിയിടട്ടെ. 2 മിനിറ്റുള്ളിൽ വേഗം കേട്ടോ. വീണ്ടും 2 മിനിറ്റ് ഞാനത് പൊടിച്ചിട്ട് ഓടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൊത്തുമി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പം നമുക്ക് ബാക്കി സാധനം അങ്ങോട്ട് ചെയ്യാം. ഗ്യാസ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളേ. അപ്പം ഞാൻ ഇതിനകത്ത് നെയ്യ് ഞാൻ ഇന്ന് മസാലത്തിൻ്റെ മൂത്തെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്, ബീട്രൂട്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ ഗ്രീൻ പീസ് ഇത് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. രാവിലെ പുഴുങ്ങിയതാണ്. ഗ്രീൻ പീസ് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. നെയ്ക്കകത്തൊന്നും ഭയങ്കര ടേസ്റ്റ്. ഇതിനകത്ത് തന്നെ തുറച്ചിരിക്കുക. അത് ചൂടാക്കണേ. അല്പം ജീരകം ഇട്ട് വെക്കണേ. അല്പം ജീരകം ഇട്ട് കൊടുക്കുന്ന വെച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും. ജീരകം എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ പോലും ഇല്ല. ഇപ്പം സൗണ്ട് ഉണ്ടോ ചെയ്തി അറിയത്തില്ല. അപ്പം ജീരകം പൊട്ടിട്ടുണ്ട്. ഞാനപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും സവാളയും ഇട്ട് കൊടുക്കാം.
പെട്ടെന്ന് ഉണ്ടാക്കാൻ സിമ്പിള്. ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, കാരണം നമ്മുടെ പച്ചക്കറി വേഗം. നൂഡിൽസ് കൊണ്ട് വേസ്റ്റ് വെച്ചിട്ട് കേട്ടോ. ഒന്ന് സോമ്പി വെച്ചിരിക്കണം, അതിനെ അടച്ചിട്ട് ഇതിൻ്റെ മസാല വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റ്. മഞ്ഞപ്പൊടി ശകലമുള്ളേ, അതിനകത്ത് സ്പൂൺ സ്പൂണുണ്ട്. ഉള്ളി മൂത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കും. അല്ല ഫസ്റ്റ് ഇതിട്ട് കൊടുക്കും, ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. സോയാ സോസ് വെച്ച് കൊടുക്കണം. സോയാ സോസ് അല്ല തക്കാളി ഇട്ട് കൊടുക്കും. ഞാൻ തക്കാളി എടുക്കാൻ പോയതല്ല. ഞാൻ കളിക്കെടുക്കാൻ പോയതല്ല. സോറി. തക്കാളി ഇട്ടാൽ
അപ്പം ഞാൻ ഈ ബീറ്റ്റൂട്ട് എന്താ പറയുക ക്യാരറ്റ് ഇട്ട് കൊടുക്കട്ടെ. ക്യാപ്സിക്കം ലാസ്റ്റ് ഇടുന്നു. ക്യാപ്സിക്കം പെട്ടെന്ന് ചെയ്യാവുന്ന സാധനമല്ലേ, അത് കാരണം ലാസ്റ്റ് എടുക്കണം. അപ്പം ഇതൊന്ന് നോക്കട്ടെ, പെട്ടെന്ന് കൂടി വരാവേ. അപ്പം നമ്മൾ ഇവിടെ റെഡി ആയിട്ടുള്ള കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അതാ കണ്ടോ, ഇനി ഞാൻ അതിനകത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കട്ടെ. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആവുന്നത്. നൂഡിൽസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കട്ടെ. അതിനാണ് അതിനകത്ത് നൂഡിൽസ് അവിടെ വേണ്ടാകുമ്പോൾ കേട്ടോ. നൂഡിൽസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. വലിയ ഇതിനകത്ത് വലിയ ശരീരത്തിനകത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഇളക്കാൻ പറ്റും. ചെറിയ പാത്രം അല്ലേ, ഇളക്കി കൊടുക്കും. നമ്മൾ നല്ല വിസ്താരമായ പാത്രം ഇത് നല്ല പഴക്കിളക്കാൻ. നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. നൂഡിൽസ് എന്താ വീട്ടിലേക്കുണ്ട് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. നല്ല നൂഡിൽസ് കേട്ടോ, സൂപ്പർ, അടിപൊളി, സംഭവം സിമ്പിൾ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ബീൻസ് ഇടുന്നതാണ്, ഇത് ബീൻസ് ഇട്ടില്ല, ബീൻസ് ഇല്ലേ, അല്ലെങ്കിൽ ഞാൻ ബീൻസ് കൂടി ഇട്ട് കൊടുക്കും. കണ്ടോ, എൻ്റെ നൂഡിൽസ് റെഡി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സിമ്പിൾ കാര്യം. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വൈകിട്ട് ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ ചായയോടെ കൊടുക്കാനുള്ള ചേട്ടൻ നല്ല ഞങ്ങൾ കഴിക്കും. പിന്നെ അപ്പുറത്ത് എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കും കേട്ടോ. എപ്പോഴെന്നുണ്ടെങ്കിലും സ്പെഷ്യലായിട്ട് എന്തുണ്ടെങ്കിലും കൊടുക്കും. അങ്ങനൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് അത്രയും. അപ്പം ഞാൻ എല്ലാവരും ഞാൻ അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി പോയി കാണണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ചാനൽ കാണാത്ത ആരെങ്കിലും ഇപ്പോൾ സബ് ചെയ്യണം. ഓക്കെ, പിന്നെ എന്താ ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ മറക്കല്ലേ.